നമസ്കാരം. എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രിയും കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. ഒബ്വിയസ്ലി ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ 25th ആനിവേഴ്സറി, ലൈക്കയുടെ മലയാളം ഡെബ്യൂ, എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ്. സോ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. താങ്ക് യു. നമ്മുടെ ടീസർ ലോഞ്ചാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഒരു അധികം നമ്മൾ സംസാരിക്കുന്നില്ല. വിഷസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരുപാട് സന്തോഷമുള്ള ഒരു ഇവൻ്റാണിത്. പേഴ്സണലി എനിക്ക് ഒരുപാട് അഭിമാനം സന്തോഷമുള്ളതാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആശീർവാദ് സിനിമാസ് ആരംഭിക്കുന്നതിന് 8-10 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ് ആന്റണിയായിട്ടുള്ളത്. അങ്ങനെ ആന്റണി ഒരു സുപ്രഭാതത്തിൽ പ്രൊഡ്യൂസറാവുന്നു. നരസിംഹ ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം വന്നതാണ്. സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായികനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സെയിം ഡേറ്റ് വന്നുകൊണ്ട് എനിക്ക് നിർഭാഗ്യവശാൽ നരസിംഹം ചെയ്യാൻ സാധിച്ചില്ല. ലാലേട്ടൻ്റെ കൂടെയുള്ള ആദ്യത്തെ അവസരമായിരുന്നു അത്. അതിൻ്റെ ഒരു ദുഃഖം എക്കാലത്തും എനിക്കുണ്ട്. പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്ന് പന്തലിച്ച് ഇന്ന് എമ്പുരാനിൽ നിൽക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും. അതിനൊരു പ്രത്യേക ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. അതോടൊപ്പം ആന്റണിയുടെ ഈ വളർച്ച, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും സിനിമയിൽ അദ്ദേഹം കൃത്യതയോടെ ഒരു നിർമ്മാതാവിൻ്റെ വേഷം കെട്ടിയതുകൊണ്ടാണ് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി ഇന്നുവരെ എത്താൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ 25ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗുഡ് ഈവനിങ്. ആന്റണി പെരുമ്പാവൂരും ശ്രീ മോഹൻലാലും രണ്ടുപേരും കൂടെ തുടങ്ങിയ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഈ മൂവി കമ്പനി 25 വർഷം ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൽ എന്നെയും വിളിച്ചിരിക്കുകയാണ്. ഈ കമ്പനിയുടെ ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ. അതിനുശേഷം ബ്രോഡാഡി അഭിനയിച്ചു. ഇനി 1-2 സിനിമയുടെ കാര്യങ്ങളിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 25 വർഷം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ്. ഈ കമ്പനിക്ക് വീണ്ടും വീണ്ടും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളായ രാജു പൃഥ്വിരാജ്, അദ്ദേഹം സംവിധാനം ചെയ്തിറക്കുന്ന ബ്രോഡാഡി കഴിഞ്ഞിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ്റെ ടീസറിൻ്റെ റിലീസിംഗുമാണ്. ആ സിനിമയ്ക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു. ആശീർവാദ് സിനിമാസ് പേഴ്സണലി വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ സംരംഭമാണ്. 25 കൊല്ലം ഒരു പ്രൊഡക്ഷൻ കമ്പനി നിലനിൽക്കുക എന്നുള്ളത് മഹാത്ഭുതങ്ങളിലൊന്ന്. അപ്പോൾ ആ മഹാത്ഭുതം അതിനെ ആഘോഷിക്കാൻ ആണ് നമ്മളെല്ലാം കൂടിയിട്ടുള്ളത്. ഒപ്പം മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ള ചിത്രം എന്ന് പറയാവുന്ന എമ്പുരാൻ്റെ ട്രെയിലർ റിലീസ് നിങ്ങളെപ്പോലെ ഞാൻ താങ്ക് യു. ഞാൻ നരസിംഹം എന്ന സിനിമയിൽ ഷാജി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നാണ് ആശീർവാദ് ആദ്യമായി സിനിമാ നിർമ്മാണം തുടങ്ങുന്നത്. ഇന്നിപ്പം 25 വർഷം ആയി നിൽക്കുകയാണ്. ആശീർവാദിൻ്റെ കൂടെ ആൻഷേട്ട് നിർമ്മിച്ച ഇവിടം സ്വർഗമാണെന്നൊരു സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു. ആ വർഷത്തെ മികച്ച കലാമൂല്യത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും ആ സിനിമയിലുണ്ടായി. ആൻഷേട്ടൻ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ആശീർവാദിൻ്റെ 25ാം വർഷത്തിന് എല്ലാ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. എന്താ വെച്ചാൽ ആശീർവാദിൻ്റെ ആദ്യ സിനിമയായ നരസിംഹത്തിൽ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. അന്ന് മുതൽ ആശീർവാദിൻ്റെ കൂടെയുണ്ട്.
അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മകൾ, ഒരുപാട് ഓർമ്മകളുണ്ട്. അതൊന്നിപ്പോൾ നമ്മൾ വിളമ്പതില്ല. കാരണം ഞാനും ആന്റണി ചേട്ടനും തൊട്ടടുത്ത് റൂമിൽ താമസിച്ചിരുന്നതൊക്കെ കുറേ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ. അത് കഴിഞ്ഞിട്ട് ആശീർവാദിൻ്റെ ആദ്യ 50 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ദൃശ്യത്തിലും അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആശീർവാദിൻ്റെ കൂടെയുള്ള യാത്ര വളരെ മനോഹരമായി നടക്കും. ആശീർവാദിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒന്ന്, ആശീർവാദ് സിനിമ 25 വർഷം പൂർത്തിയാക്കുന്നു. ആ 25 വർഷത്തെ യാത്രയിൽ എനിക്കും ആശീർവാദിൻ്റെ കൂടെ പങ്കാളിയാകാൻ സാധിച്ചു എന്നത് ഒരു വലിയ അഭിമാനമായി, ഒരു വലിയ സന്തോഷമായി കരുതുകയാണ്. ആശീർവാദ് നിർമ്മിച്ച കുഞ്ഞാലി മരക്കാർ സിനിമയിലടക്കം ഭാഗമാകാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ ഈ 2025 കാത്തിരിക്കുന്ന എമ്പുരാൻ സിനിമയുടെ ടീസറും ഇന്നിവിടെ കാണാം എന്നൊരു വലിയൊരു സന്തോഷം കൂടി. എന്തായാലും ആശീർവാദിൻ്റെ ഇനിയും നല്ല നല്ല സിനിമകൾ ആശീർവാദ് മലയാളത്തിനും ഇന്ത്യക്കും വേണ്ടി സംഭാവന നൽകട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ആശീർവാദിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സർവ്വവിധ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ അടുത്ത റിലീസ് എനിക്ക് തോന്നുന്നു എമ്പുരാനാണ്. എമ്പുരാൻ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ആശീർവാദിൻ്റെ എല്ലാ വളർച്ചയും വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്രയധികം സന്തോഷമുണ്ട് ആശീർവാദിൻ്റെ ഈ 25ാം വാർഷിക ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എല്ലാവർക്കും സ്നേഹം, നന്ദി. നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. 25 വർഷം എന്ന് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്നത് ഭയങ്കര അതിശയകരമായൊരു അനുഭവമാണ്. കാര്യം ആശീർവാദം ആരംഭിച്ചതും നരസിംഹം തുടങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പണ്ടൊക്കെ നമ്മൾ ബാനർ കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മഞ്ഞിലാസൻ്റെ പടം, അല്ലെങ്കിൽ സുപ്രിയയുടെ പടം, ജയമാരുതിയുടെ പടം, അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ കണ്ടിട്ട് ആളുകൾ സിനിമയ്ക്ക് തിയേറ്ററിൽ കയറുമായിരുന്നു. ഇന്ന് അതുപോലെ അപൂർവം ബാനറുകളാണ് അവശേഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാനറാണ് ആശീർവാദം. അപ്പോൾ ആശീർവാദം എന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടുതൽ ആത്മബന്ധമുള്ള ഒരു ബാനറാണ്. എനിക്കറിയാം, ഞാൻ കുറേ സിനിമകൾ രസതന്ത്രം മുതൽ ഇനി ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഹൃദയപൂർവ്വം വരെയുള്ള കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഹൃദയപൂർവ്വം തന്നെയുള്ള ബന്ധം ആന്റണി പെരുമ്പാവൂരായിട്ടും മോഹൻലാലായിട്ടും ഈ ടോട്ടൽ ടീമായിട്ടും. അപ്പോൾ 25ാം വർഷത്തിൽ എൻ്റെ ഒരു സന്തോഷം, ആശീർവാദിൻ്റെ 25ാം വർഷത്തെ പടം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ്. അതിൽ പ്രത്യേകതയുള്ളത്, എൻ്റെ 2 മക്കളും ഇപ്പോൾ സിനിമ ഡയറക്ടേഴ്സായി. അനൂപ് സത്യൻ വരനാവശ്യമുണ്ടെന്നുള്ള സിനിമയും അഖിൽ സത്യൻ പാച്ചു അത്ഭുതം എന്നുള്ള സിനിമയും ചെയ്തു. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ അഖിൽ സത്യൻ്റെ കഥയാണ്. അനൂപ് സത്യൻ എൻ്റെ സഹസംവിധായകനാണ്. സോനു TP എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരനാണ് അതിൻ്റെ തിരക്കഥയും സംഭാഷണം ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബചിത്രമായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ആശീർവാദ് സിനിമാസിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷം പേഴ്സണലി എനിക്കുണ്ട്. 2 സിനിമകൾ ആശീർവാദിനൊപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ അഭിമാനമാണ്. ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു ഏറ്റവും വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം എത്രത്തോളം ആണ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ ടെക്നീഷ്യനെയും ഓരോ ആർട്ടിസ്റ്റിനെയും ഏറ്റവും കൃത്യമായി അവർക്ക് വേണ്ട ഫെസിലിറ്റി എന്താണ്, അവരുടെ മുഴുവൻ കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആശീർവാദ് സിനിമാസിന് ഒരുപാട് ഗംഭീര സിനിമകൾ മലയാളത്തിന് നൽകാൻ സാധിക്കട്ടെ. ഒപ്പം എമ്പുരാന് എല്ലാവിധ ആശംസകളും റിപ്പബ്ലിക് ഡേയുടെ എല്ലാ ഗ്രീറ്റിംഗ്സും. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ടീസർ ലോഞ്ച് കാണാൻ. കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആശീർവാദിൻ്റെ ഒരു വലിയ ഒരു മാജിക്ക് തന്നെ നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ പോലെ തന്നെ താങ്ക് യു സോ മച്ച്. ആന്റണിയുടെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെയും വ്യക്തിപരമായ ജീവിതത്തിലെയും ഒരു മഴയക്കല്ലാവുന്ന ദിവസത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ആന്റണിക്ക് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിക്കുവാനും ആന്റണിയുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിക്കുവാനും
ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഹലോ, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. എനിക്കും ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള എല്ലാവരും. ആശീർവാദ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും ഈവൻ രാജകങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ഒപ്പമായാലും അമരക്ബർ ആൻ്റണി ആയാലും ഒക്കെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും നല്ല മെമ്മറിയും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ലക്കുമായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വളരെ വെരി ബെസ്റ്റ് എല്ലാവരും. ഒത്തിരി സന്തോഷം ഈ ഒരു ആശീർവാദിൻ്റെ ഇവൻറ്റിന് വരാൻ കഴിഞ്ഞതിൽ. എന്തോ ഭാഗ്യം കൊണ്ട് അവരുടെ കൂടെ ഒരു 2 പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 25ാം വാർഷികം ആഘോഷിക്കുന്ന ആശീർവാദ് ടീമിന് പ്രൊഡക്ഷന് എല്ലാവിധ ആശംസകളും. ഇനിയും ഞങ്ങളൊക്കെ വെച്ച് ഒത്തിരി പടങ്ങൾ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. അനുശ്രീ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വരാൻ സാധിച്ചത്. ഞാനും ആശീർവാദിൻ്റെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. 3 സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ 25ാം വാർഷികത്തോട് നിൽക്കുന്നു. അതിൻ്റെ ഭാഗമാവാൻ ഇവിടെ വരാൻ സാധിക്കുന്നു. വളരെയധികം സന്തോഷം, നന്ദി അറിയിക്കുന്നു. അനുശ്രീ പറഞ്ഞ പോലെ ഇനിയും ഞങ്ങളെ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ഞങ്ങളെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പിന്നെ എമ്പുരാൻ്റെ ഇന്ന് ടീസർ റിലീസാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് ലൈവായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചും കൂടി സന്തോഷമാണ്, എക്സൈറ്റഡ് ആണ്. സോ താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷത്തിലാണ് ആശീർവാദ് പ്രൊഡക്ഷൻ്റെ 25ാമത്തെ വാർഷികത്തിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ 2ാമത്തെ സിനിമ വെളിപാടിൻ്റെ പുസ്തകം ലാലേട്ടനൊപ്പം അതുപോലെ തന്നെ ജിമിക്കി കമ്മൽ സോങ് എല്ലാം തന്നത് ആശീർവാദാണ്. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്കറിയാം എമ്പുരാൻ്റെ ടീസർ ലോഞ്ചിങ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും പെട്ട വെയിറ്റിംഗ് ഉണ്ട് കാണാനായിട്ട്. ആശംസ. താങ്ക് യു. Hi everybody, I'm Nikki Das. Well, I'm very happy to be here on the 25th year celebration of Aashirwad Cinema, and my best wishes for the founder, Mr. Anthony Perumbavoor, and Mr. Mohanlal sir, the superstar. My best wishes to Prithvi Raj sir, and looking for a banger success of Lucifer 2 Pirumba. Thank you.